കാരണം കോഴിക്കോട് ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറുഖ് സൈഫി കുറ്റം സംബന്ധിച്ചതായി അന്വേഷണ സംഘ തലവൻ ADGP MR അജിത് കുമാർ ട്രാക്കിൽ കണ്ടെത്തിയ ബാഗ് പ്രതിയുടേത് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്നും ADGP വ്യക്തമായി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു കോഴിക്കോട് നിന്നും. റിയാസ്, എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നതനുസരിച്ച് ഈ പ്രതി ഷൊർണൂരിൽ നിന്നുമാണ് പെട്രോൾ വാങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് അന്വേഷണത്തിന്റെ ആ പുരോഗതി? പ്രധാനമായും സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വിശദമായി മാലോക്കുന്നിലെ പോലീസിന്റെ AR ക്യാമ്പിൽ വെച്ച് തുടരുകയാണ്. ഇന്ന് പ്രധാനമായും ചോദ്യം ചെയ്യലിന് തന്നെയാണ് അന്വേഷണ സംഘം പ്രാമുഖ്യം നൽകുന്നത്. ഈ ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ഈ പ്രതി ഷാറുഖ് സൈഫി പെട്രോൾ വാങ്ങിയത്, ഈ കൃത്യം നടത്താനുള്ള പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിൽ നിന്നാണെന്നുള്ള ഒരു വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത് സംബന്ധിച്ച യാഥാർത്ഥ്യം പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശോധന ഇന്ന് നടക്കും. അതായത് ഷൊർണൂർ ഭാഗങ്ങളിൽ ആ ഭാഗത്തുള്ള പോലീസിന്റെ കൂടി സഹകരണത്തോടെയുള്ള പരിശോധന നടക്കും എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു നിർണായകമായൊരു സൂചന തന്നെയാണ്. കാരണം ഷൊർണൂരിൽ നിന്നാണ് പെട്രോൾ വാങ്ങിയത് എന്നൊരു വിവരം, അത് വലിയൊരു നിർണായകമായൊരു സൂചന തന്നെയാണ്. പെട്രോൾ പോലുള്ള ഒരു വസ്തു ഉപയോഗിച്ചാണ് യാത്രക്കാരെ തീവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന ഒരു വിവരം തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ കുറ്റകൃത്യം ചെയ്ത് താനാണെന്ന കാര്യം ഷാറുഖ് സൈഫി സമ്മതിച്ചിട്ടുമുണ്ട്. അക്കാര്യം ഇന്നലെ അന്വേഷണ സംഘ തലവനായ ADGP MR അജിത് കുമാർ ഉൾപ്പെടെ നമ്മളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല തുടക്കത്തിലുണ്ടായിരുന്ന പ്രതിയുടെ നിസ്സഹകരണ മനോഭാവം ഇപ്പോഴില്ല എന്നാണ് വ്യക്തമാകുന്നത്. മൊഴികൾ ഇപ്പോഴും പല മൊഴികൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ചോദ്യം ചെയ്യലിനോട് പ്രതി ഇപ്പോൾ സഹകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് അതായത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതിന്റെ 2ാം ദിവസമായ ഇന്ന് രാവിലെ ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോൾ തന്നെ പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്ന ഒരു മനോഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മാലൂർക്കുന്നിലെ AR ക്യാമ്പിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് പ്രധാനമായും ചോദ്യം ചെയ്യുകയും അതിന് അനുസൃതമായ തെളിവുകൾ ശേഖരിക്കലുമാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള പ്രധാന കടമ്പ. അത് കഴിഞ്ഞ് ഇന്ന് പ്രതിയെ തെളിവെടുപ്പിന് ഹാജരാക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ചിലപ്പോൾ വൈകിട്ടോ രാത്രിയിലോ ഒക്കെ അതിനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാനാവില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും തെളിവെടുപ്പ് നടക്കുക. അതിനു മുന്നോടി പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. ഈ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും എന്നൊരു സൂചന ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല NIA അന്വേഷണ സംഘം കോഴിക്കോടുണ്ട്. ഈ തീവെപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയാണ് NIA ലക്ഷ്യം. NIA DIG കാളിരാജ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം ബാംഗ്ലൂരു NIA തലവൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഈ കാളിരാജ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ കോഴിക്കോടുണ്ട് ഇന്നലെ മുതൽ. ഒരുപക്ഷെ NIA ഉൾപ്പെട്ട ആ സംഘം ഈ പ്രതിയെ ചോദ്യം ചെയ്യും എന്നൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എപ്പോഴായിരിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോൾ സ്ഥിരീകരണമില്ല. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലാണ് തുടരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിർണായക വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഷൊർണൂരിൽ നിന്നാണ് പ്രതി പെട്രോൾ വാങ്ങിയതെന്നുള്ള ഒരു വിവരം. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘവും ഒപ്പം നമ്മളും ഉള്ളത്. അജി, ഈ ഷൊർണൂരിൽ നിന്നും പെട്രോൾ വാങ്ങിയെന്ന് പറയുമ്പോൾ പോലും ഈ ട്രെയിനിൽ എവിടെ നിന്നാണ് കയറിയത്? ഷൊർണൂരിൽ നിന്ന് തന്നെയാണോ കയറിയത്? ഒപ്പം തന്നെ ഈ ഷാറുഖ് ആദ്യം പറഞ്ഞത് കണ്ണൂരിലേക്ക് ഈ ട്രെയിനിൽ ഒളിച്ച് കടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പോലീസ് ഇതൊക്കെ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ? കാരണം ഷൊർണൂരിലടക്കം ഈ CCTVകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണല്ലോ അവിടുന്ന് ശേഖരിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് പെട്രോൾ വാങ്ങിയതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് CCTV കേന്ദ്രീകരിച്ചാണ്. അങ്ങനെയെങ്കിൽ ഈ കണ്ണൂരിലേക്ക് എങ്ങനെയാണ് ഈ പ്രതി പോയത്, റിയാസ്? അജി, പ്രധാനമായും ഡൽഹിയിൽ നിന്ന് പ്രതി ഷാറുഖ് സൈഫി ഷൊർണൂരിലേക്ക് എത്തി. പിന്നീട് അതിനുശേഷം അവിടെ നിന്നും പെട്രോൾ വാങ്ങി പിന്നീട് ട്രെയിനിൽ കയറി, അതായത് ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിൽ കയറി കോഴിക്കോടേക്ക് എത്തി. എലത്തൂരിൽ വെച്ച് ആക്രമണം നടത്തി എന്ന രീതിയിലുള്ള ഒരു
മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല, അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം അതിനുള്ള ഒരുപാട് ചോദ്യങ്ങൾ, മറുചോദ്യങ്ങൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ 31-ന് കാണാതായ പ്രതി ഡൽഹിയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ഈ ഷൊർണൂർ എത്തിയതെങ്കിൽ അതിന് എടുത്ത സമയം, അതിനുശേഷം ഷൊർണൂരിൽ നിന്ന് പെട്രോൾ വാങ്ങാനുള്ള ഒരു സമയം, പിന്നീട് മറ്റൊരു ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ, അതായത് ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ടിക്കറ്റ് ഇല്ലാതെ കയറാനുള്ള ഒരു സമയം, ഇതൊക്കെ തന്നെ ഇനി അന്വേഷണ സംഘത്തിന് മുൻപിൽ തെളിയിക്കേണ്ടുന്ന ഒരു ബാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കോടതി മുൻപാകെ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. പിന്നെ മാത്രമല്ല, പ്രതിയായ ഷാറൂഖ് സൈഫി പറഞ്ഞിട്ടുള്ളത് ഈ അക്രമം നടത്തി അതേ ട്രെയിനിൽ തന്നെ ഈ കണ്ണൂരിൽ എത്തി എന്നുള്ളതാണ്. എങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നത് പരിശോധിക്കുന്നുണ്ട്. ഷാറൂഖ് സൈഫി പല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ മൊഴിയായി. പക്ഷെ അത്തരം മൊഴികളൊന്നും പൂർണ്ണമായും മുഖവിലക്കെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഷാറൂഖ് സൈഫി എന്തായാലും തെറ്റ് ചെയ്തത് താൻ തന്നെയാണ്, ആ ആക്രമണം നടത്തിയത് താൻ തന്നെയാണ് എന്നൊരു സമ്മതം ഈ അന്വേഷണ സംഘത്തോട് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ട്രാക്കിൽ കണ്ട, അതായത് എലത്തൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയ ബാഗും കുറിപ്പുകളും അതൊക്കെ എല്ലാം തന്നെ ഷാറൂഖ് സൈഫിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ കുറിപ്പിനകത്തെ കൈയക്ഷരവും ഈ ഡൽഹിയിൽ നിന്ന് കാണാതായ ഷാറൂഖ് സൈഫിയുടെ തന്നെയാണ്. ഇത് രണ്ടും ഒരാളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള ഒരു കടമ്പ, ഇയാൾ എങ്ങനെ എത്തി, എന്തിന് ചെയ്തു, എന്താണ് ഇതിന് പിറകിലുള്ള മോട്ടീവ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് തെളിയിക്കേണ്ടത്. അതിന് ഇനിയും ചോദ്യം ചെയ്യൽ തുടരേണ്ടത് അനിവാര്യതയാണ്. ഇപ്പോഴും മാലൂർക്കുന്നിലെ എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരുപക്ഷെ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അജി, ഈ അന്വേഷണം ഷൊർണൂരിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടോ റിയാസ്? കാരണം അത്തരത്തിലുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ടോ? നിലവിൽ അന്വേഷണം ഷൊർണൂരിലേക്ക് വ്യാപിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് അന്വേഷിക്കാനുള്ള ഒരു നിർദ്ദേശം അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. എന്തായാലും അത് ലോക്കൽ പോലീസിന്റെ സഹായത്തോടുള്ള ഒരു അന്വേഷണമായിരിക്കും. അവിടുത്തെ പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുക. ഒപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാൻ സാധിക്കുന്നത്, ഈ ഷാറൂഖ് സൈഫി കൃത്യം നടത്തിയതിനു ശേഷം ട്രെയിനിൽ കണ്ണൂരിൽ എത്തിയോ തുടങ്ങിയ കാര്യങ്ങൾ, അതേ ട്രെയിനിൽ തന്നെ എത്തിയോ, ഒപ്പം തന്നെ ഇയാൾ ടിക്കറ്റ് എടുക്കാതെ ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറിയോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനായി CCTV ദൃശ്യങ്ങൾ പരിശോധനാ വിധേയമാക്കും എന്നൊരു വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. മാത്രമല്ല, ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാരണം ഈ ആക്രമണം നടന്നതിന് ശേഷം ബൈ ട്രെയിൻ ആണെങ്കിൽ കൂടിയും പ്രതി കണ്ണൂരിൽ എത്താനുണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയുള്ള ഭാഗങ്ങളിലേക്ക് പോലീസിന്റെ വലിയൊരു സുരക്ഷയുണ്ടായിരുന്നു, വലിയ പരിശോധനയുണ്ടായിരുന്നു. ഈ ട്രെയിൻ കൊയിലാണ്ടിയിൽ ഉൾപ്പെടെ നിർത്തിയിട്ട് ഒരു വിശദമായ ഒരു പരിശോധനയൊക്കെ നടത്തി 1 മണിക്കൂറിന് ശേഷം അന്ന് 10:30 ട്രെയിൻ വിട്ടിരുന്നത്. സാധാരണയായി 11:05, 11:10 ആകുമ്പോഴത്തേക്ക് കണ്ണൂരിലെത്തുന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിന് അന്ന് 11:39 ആകുമ്പോഴാണ് എത്തിയത്. അങ്ങനെ വൈകി എത്തിയ ട്രെയിൻ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ നടന്ന ട്രെയിൻ, ഈ ട്രെയിനിൽ തന്നെ പ്രതി വീണ്ടും സഞ്ചരിച്ചു എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം ഉൾപ്പെടെ ഇനിയും തെളിയേണ്ടതുണ്ട്. അത്തരമൊരു കാര്യങ്ങളിലേക്കാണ് ഇന്ന് പ്രധാനമായും ഇന്നത്തെ ദിവസം ചോദ്യം ചെയ്യലിനായി തന്നെ വിനിയോഗിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ആ ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പിന്നീട് തെളിവെടുപ്പ് നടത്തുക. കാരണം അത് കൂടുതൽ അതായത് തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാവും ഈ തെളിവെടുപ്പ് നടത്തുക. അതിനു മുന്നോടിയായി ഈ ഷൊർണൂരിലെ പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ വാങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രധാനമായും 2 പ്രധാന സാക്ഷികളാണ് ഈ കേസിലുള്ളത്. ഒന്ന് റാസിക്കാണ്, മട്ടന്നൂർ സ്വദേശി റാസിക്കാണ്. തുടക്കം മുതൽ തന്നെ റാസിക്കിന്റെ മൊഴിയാണ് ഈ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടിയതും കാര്യങ്ങൾ എത്തിച്ചതും എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഒപ്പം തന്നെ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമാണ്. മറ്റൊന്ന്, ഈ റെയിൽവേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രെയിനിലെ യാത്രക്കാരിയായ P സജിഷ എന്ന് പറയുന്ന യാത്രക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ 2 സാക്ഷികൾ ഉൾപ്പെടെ മറ്റ് ദൃക്സാക്ഷികളും, ഈ അന്ന് D1, D2 കോച്ചുകളിലുണ്ടായിരുന്ന ദൃക്സാക്ഷികളെയും എല്ലാം എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചറിയൽ പരേഡിനും
ഈ അന്വേഷണ സംഘം ഒരുക്കം നടത്തുന്നുണ്ട്. അത് എപ്പോഴായിരിക്കും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. കാരണം 11 ദിവസം പ്രതി ഈ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് സമയമെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലുകൾ നടത്തി മറ്റു തുടർ നടപടികളെല്ലാം തന്നെ സമയമെടുത്ത് നടത്തുക എന്നൊരു നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അവസാനമായി റിയാസ്, ഒരു കാര്യം കൂടെ, ഈ NIA അടക്കം ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സംസ്ഥാന ATSും കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ഈ തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ബന്ധങ്ങൾ ആദ്യം സംസ്ഥാന DGP പോലും അത്തരത്തിലുള്ളതൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ അന്വേഷണ സംഘം അത്തരത്തിലുള്ള ഏതെങ്കിലും ആക്രമണമാണ് എന്ന തലത്തിലേക്ക് എത്തുന്നുണ്ടോ? എന്തായാലും അത്തരമൊരു നിഗമനം ഉണ്ട് എന്നല്ലാതെ അത്തരമൊരു കാര്യം സ്ഥിരീകരിക്കാൻ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്ര ഏജൻസികൾ അത്തരമൊരു സാധ്യത ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാനാണ് ഈ കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോടും പരിസരങ്ങളിലും നിലയുറപ്പിച്ചിട്ടുള്ളത്. കാരണം NIA ഉണ്ട്, ഒപ്പം തന്നെ ATSന്റെ മറ്റ് ഘടകങ്ങളെല്ലാം തന്നെയുണ്ട്, കേന്ദ്ര ഇന്റലിജൻസ് ഉണ്ട്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തുടക്കത്തിൽ തന്നെ NIA അടക്കം തീവ്രവാദ സാധ്യത സംശയിച്ചുകൊണ്ടാണ് ഈ കേസിൽ ഒരു പരിശോധന നടത്താൻ തയ്യാറായത്. ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും. എന്നാൽ സംസ്ഥാന അന്വേഷണ സംഘം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അത്തരമൊരു കാര്യം അത് നിഗമനമായി ഇപ്പോഴും തുടരുകയാണ്. തീവ്രവാദ സ്വഭാവമുള്ള ഒരു അക്രമം എന്നുള്ളത് ഒരു സംശയമായി ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ അതിന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കുന്ന ഒരു തെളിവുകൾ ഇതുവരെ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ ATSനോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം തെളിവുകൾ കൂടി ഈ ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. കോഴിക്കോട് ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ്, വഴിതടച്ചുള്ള അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KM.